നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഓറഞ്ച് ഫ്ലേവർ പാനീയത്തിൽ അപകടകാരിയായ രോഗാണു മനുഷ്യ ഉപഭോഗത്തിന് അയോഗ്യമെന്ന് ഭക്ഷ്യസുരക്ഷാ പരിശോധനാ റിപ്പോർട്ട്. കാട്ടാക്കട സർക്കിളിലെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്കായി ശേഖരിച്ച ഓറഞ്ച് ഫ്ലേവർ ജലാധിഷ്ഠിത പാനീയത്തിൽ അപകടകാരിയായ ഷിഗില്ല രോഗാണുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട്. ഇതോടെ പ്രസ്തുത പാനീയം മനുഷ്യ ഉപഭോഗത്തിന് അയോഗ്യമാണെന്നും അൺസേഫ് ഫുഡ് വിഭാഗത്തിൽ പെടുന്നതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2026 മെയ് 29 ശേഖരിച്ച സാമ്പിൾ തിരുവനന്തപുരം വഞ്ചിയൂരിലെ ഗവൺമെന്റ് അനലിസ്റ്റ് ലാബോറട്ടറിയിൽ പരിശോധിച്ചു. ജൂൺ 1 ആരംഭിച്ച പരിശോധന ജൂൺ 5 പൂർത്തിയായത്. പരിശോധനയിൽ പാനീയത്തിൽ ഷിഗില്ല എന്ന രോഗകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരം കാർബണേഷൻ ഇല്ലാത്ത പാനീയങ്ങൾ ഷിഗില്ല പൂർണ്ണമായും ഇല്ലാതിരിക്കണം. എന്നാൽ പരിശോധനാ ഫലത്തിൽ രോഗാണുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് ലാബോറട്ടറി റിപ്പോർട്ട് പറയുന്നു. ഷിഗില്ല ബാക്ടീരിയ മനുഷ്യരിൽ വയറിളക്കം, വയറുവേദന, ഛർദി, പനി, കുടൽ അണുബാധ തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസ്തുത പാനീയം ഉപയോഗത്തിന് സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗവൺമെന്റ് അനലിസ്റ്റ് ലാബോറട്ടറി പുറത്തിറക്കിയ റിപ്പോർട്ട് തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്കും കാട്ടാക്കട സർക്കിളിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും കൈമാറിയിട്ടുണ്ട്. അതേസമയം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും ആമച്ചൽ ആരോഗ്യവകുപ്പും ഇന്നാണ് ഇത് അറിയുന്നത്. തുടർന്ന് കാട്ടാക്കട വാണിജ്യ സമുച്ചയത്തിലെ കാർത്തിക ബേക്കറിയിൽ ഇവർ പരിശോധന നടത്തിയെങ്കിലും ഇതിന്റെ സ്ഥിരീകരണം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ട സാഹചര്യമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. അതിനാൽ തന്നെ ഒരു സ്ഥിരീകരണം നൽകാനാകില്ല എന്നും ഇവർ പറഞ്ഞു.